നമസ്കാരം. നാടോടി വിഷന്റെ പ്രൈം ടൈം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നീണ്ട നാളത്തെ സമരത്തിന് ശേഷം ഭൂമിയിലെ മാലാഖമാർ അവർക്ക് അവകാശപ്പെട്ടതെല്ലാം നേടിയെടുത്തിരിക്കുന്നു. നമുക്ക് ചർച്ച ചെയ്യാം പ്രൈം ടൈമിൽ ഭൂമിയിലെ മാലാഖമാർ ആതുരാലയങ്ങളിലെ അടിമകൾ. ഇന്നത്തെ പ്രൈം ടൈം ന്യൂസിന്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന മഹത് വ്യക്തികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. നിരവധി ആതുരാലയങ്ങളുടെ MD ആയി തുടരുന്ന പ്രശസ്തനായിട്ടുള്ള ഫാദർ വടക്കേമുറി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വാർത്ത വായിക്കുന്ന ഹരിചന്ദ്രന് സുഖമായിട്ടിരിക്കട്ടെ. അല്ല ഫാദർ, ഞാനൊന്ന് ഇടപെടുകയാണ്. എന്താണ്? ഫാദർ വടക്കേമുറി ആണെങ്കിൽ കിഴക്കേ മുറിയിലും തെക്കേ മുറിയിലും കുറെ ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്താനുണ്ട്. അതുവരെ ഒന്ന് ക്ഷമിക്കുക. പരിചയപ്പെടുത്തിയതിനു ശേഷം താങ്കളിലേക്ക് വരാം. താങ്കൾ നടങ്ങുക. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നു ഈ പ്രൈം ടൈം ചർച്ചയിൽ വനിതാ വിമോചന സേനയുടെ വനിതകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഫെമിനിസ്റ്റ് ചിന്താഗതിയോട് നിരവധി പുസ്തകങ്ങൾ എഴുതി പൂണ്ട് വിളയാടിയിട്ടുള്ള ശ്രീമതി ഉച്ചഭാഷിണി. മിസ്റ്റർ ഹരിചന്ദ്രൻ, ഉച്ചഭാഷിണിയല്ല, സുഭാഷിണി. ഞാൻ താങ്കളുടെ നാക്കിനെയാണ് ഉദ്ദേശിച്ചത്. പേര് സുഭാഷിണി. അടുത്തതായി പ്രൈം ടൈം ന്യൂസിന്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് ഫാദർ വടക്കേമുറിയുടെ കന്യനെ മുന്നിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തനായ മനോരോഗ വിദഗ്ധൻ. ഞാൻ പേര് പറയുമ്പോൾ ആരും ചിരിക്കരുത്. ശ്രീമാൻ മനുമോൻ PP. ഹലോ, ചിരിക്കണ്ട. ഒരു മനഃശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. മനസ്സിലായി? താങ്കൾ പറഞ്ഞതാണ് കറക്റ്റ്. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഫാദർ വടക്കേമുറിയോട്. നിങ്ങൾ വാഴ്ത്തുന്ന മാലാഖമാർ എന്ന് പറയുന്ന സമൂഹം തെരുവിൽ സമരങ്ങൾ ചെയ്യുന്നു, ചാനൽ ചർച്ചകളിൽ അവരുടെ വിഷമങ്ങൾ പറയുന്നു. തീർച്ചയായിട്ടും നിരവധി ഹോസ്പിറ്റലുകളുടെ ചുമതലയുള്ള ഫാദർ വടക്കേമുറിക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഹരിചന്ദ്ര, പറഞ്ഞോളൂ. ഈ നേഴ്സിംഗ് പ്രൊഫഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ചാരിറ്റി ആണല്ലോ. അച്ഛോ എനിക്കൊരു കാര്യം പറയാനുണ്ട്. സുഭാഷിണിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പള്ളി വന്ന് കുമ്പസാരിക്കാം. അത് ചാനലല്ലല്ലോ പറയേണ്ട സുഭാഷിണി. അച്ഛോ, ഞാൻ കുമ്പസരിക്കുവല്ല. പിന്നെ അച്ഛൻ തന്നെ പറഞ്ഞല്ലോ നേഴ്സിംഗ് പ്രൊഫഷൻ ഒരു ചാരിറ്റി ആണെന്ന്. അതെ. പക്ഷെ നേഴ്സിംഗ് അഡ്മിഷന് വേണ്ടി വരുമ്പോ ഈ ചാരിറ്റി ഒന്നും കാണിക്കുന്നില്ലല്ലോ. ലക്ഷങ്ങൾ എണ്ണി വാങ്ങിക്കുമല്ലേ ചെയ്യുന്നത്. അതും ഒരു ചാരിറ്റി അല്ലേ? ഫാദർ വടക്കേമുറിയോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്ന ചാരിറ്റി, ഈ ചാരിറ്റി എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മാലാഖമാരെ ചാരിയിട്ട് നിങ്ങൾ പണമുണ്ടാക്കുന്നു എന്നല്ലേ സുഭാഷിണി പറഞ്ഞതിന്റെ അർത്ഥം? അത് വ്യക്തമാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു പ്രാന്തനെ പോലെ സഞ്ചരിക്കും. എന്റെ പൊന്നു പ്രാന്ത, ഒന്ന് അടങ്ങി നിൽക്കാവോ? ഞങ്ങൾ ഇതൊന്ന് കഴിയട്ടെ. ഞാൻ പ്രാന്തനിലേക്ക് വരാം. പ്രാന്തൻ അവിടെ നിൽക്കൂ. പറഞ്ഞോളൂ ഫാദർ വടക്കേമുറി. ഓക്കെ, ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറരുത്. ആരും ഇടപെടില്ല. എനിക്ക് സംസാരിക്കാനുള്ള സമയം തരണം. ഇല്ല, അച്ഛൻ സംസാരിച്ചു. ഓക്കെ, എനിക്കൊന്നും സംസാരിക്കാനില്ല. പറഞ്ഞോളൂ. എനിക്കൊന്നും സംസാരിക്കാനില്ല. ഇതിനാണോ ആരും സംസാരിക്കുമ്പോ ഇടപെടരുതെന്ന് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു പറയാൻ സമ്മതിക്കില്ല. അച്ഛൻ വ്യക്തമായ മറുപടി തന്നേ പറ്റുള്ളൂ. ഹരിചന്ദ്ര, പറഞ്ഞോളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഇവിടെ ആരാണ് സത്യസന്ധമായിട്ട് ഈ നേഴ്സുമാരോട് നീതി പുലർത്തുന്നത്? ഞങ്ങൾ മാത്രമാണോ കുറ്റക്കാര്? നിങ്ങളിൽ പാപം ചെയ്യാത്തവര് ഞങ്ങളെ കല്ലെറിയട്ടെ. അച്ഛൻ മഹാബ്രില്യന്റ് ആണ്. അല്ലെങ്കിൽ അച്ഛന്റെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു മറുപടി കിട്ടില്ല. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഇവിടെ കല്ലെറിയാൻ ഇവിടെ പാറമടകൾ എവിടെയാണ്? ഫാദർ വടക്കേമുറി, നിങ്ങൾ മാലാഖമാരെന്ന് വാഴ്ത്തുന്ന ഈ പാവപ്പെട്ട നേഴ്സുമാർ കിടക്കാടം പോലും പണയം വെച്ച് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫീസായി ലക്ഷങ്ങൾ നൽകിയിട്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ പണിയെടുക്കുമ്പോൾ അവരുടെ ദുരിതങ്ങൾ നിങ്ങൾ കാണുന്നില്ല. അതോ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കാണണം. ആര് സമയത്ത് വരത്തുമില്ല. നമ്മുടെ സ്ഥാപനം പൂട്ടിക്കാനുള്ള ഒരു പ്ലാനിലാണ് ഇവരൊക്കെ. ഇവിടെയോ ജോലി കഴിഞ്ഞോ? കഴിഞ്ഞു. ശരി. ശമ്പളം അല്ലേ? പോയിട്ട് ധൃതിയുണ്ട്, വീട്ടിൽ പണിക്കാരുണ്ട് ഫാദർ. ഈ മാസം ശമ്പളം 7500 രൂപ. അച്ഛോ, കഴിഞ്ഞ അങ്ങേ മാസത്തെ പെൻഡിങ് ഉണ്ടായിരുന്നു. അയ്യോ, അത് തരാം. ഇത് ഈ മാസത്തെ ശമ്പളം. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ. കൊണ്ടുപോയി ദൂരത്തടിച്ച് കളയല്ലേ. എത്രയായി? താഴ്ച
പറഞ്ഞോ എത്രയായി? ചേച്ചി ഇങ്ങോട്ട് അല്ല ഞാൻ സാധാരണ ഇങ്ങോട്ട് ഓട്ടോയിൽ വരാറില്ല, ബസ്സിനാ വരുന്നത്. സിസ്റ്റർ താ. പറഞ്ഞു അതെ വീട്ടില് പണിക്കാരുണ്ട്, ഇതേ കൊച്ചു സ്കൂളിൽ നിന്ന് വന്നിക്ക്. എത്രയായി? ചേച്ചി താന്ന് ഇങ്ങോട്ട്. പറഞ്ഞു അറിയാലോ എന്തൊരു കഷ്ടമാണ്. അയ്യോ ഇതെന്താ? എന്താ 100 രൂപ? ചേച്ചി പത്രമൊന്നും വായിക്കാറില്ലേ? ഇവിടെ വരെ വരുന്നതിന് സാധാരണ 100 രൂപയുള്ളു. എന്റെ ചേച്ചി GST ഒക്കെ വന്ന ചേച്ചി അറിയുന്നില്ലേ? GST വന്നെന്ന് പറഞ്ഞോണ്ട് 100 രൂപ ഓട്ടത്തിന് ഞാൻ എത്ര രൂപ തരണം? ചേച്ചി കളിക്കാണ്ട് കാശ് തരും. ഇപ്പൊ ഞാൻ എത്ര രൂപ തരണം? ചേച്ചി 150 രൂപ തന്നെ. 150 രൂപയാ 100 രൂപയുടെ ഓട്ടത്തിനാ? എന്റെ ചേച്ചി കളിക്കല് വെറുതെ എന്റെ മനുഷ്യൻ സംസാരിക്കും. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിട്ടാ ഇങ്ങനെ ഞാൻ നടക്കുന്നത്. ജീവിക്കാൻ വേണ്ടി ചേച്ചി കാശ് ഇങ്ങോട്ട് തന്നെ. 25 രൂപ തരും. അത് പറ്റില്ല, 50 രൂപ ഇങ്ങനെ എടുത്തേ. വെറുതെ ചേച്ചി ഓട്ടോ വിളിച്ചിട്ട് വെറുതെ നിങ്ങളെ വിളിക്കാതിരുന്നാ മതിയല്ല. അല്ല പിന്നെ ഭയങ്കര തിരക്കാണ് ചേച്ചി. ചേച്ചി ഒരു കാര്യം ചെയ്യാം, ഫോട്ടോ എടുത്തിട്ട് നമ്മൾ വാട്സാപ്പ് ചെയ്യും. അപ്പോൾ അത് വിളഞ്ഞാണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇത്രയും മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ സൈറ്റ് ഉണ്ടല്ലോ, സൈറ്റിൽ കയറും. സൈറ്റിൽ കയറിയിട്ട് കോക്കനട്ട് പ്ലക്കേഴ്സ് www.com കോക്കനട്ട് പ്ലക്കേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡേറ്റ് അറിയാൻ പറ്റും, ഏത് ഡേറ്റ് വരാൻ പറ്റും എന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ 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 പറഞ്ഞാൽ മതി. വിളിച്ചാൽ മതി. വിളിച്ചത് ഓക്കെ. ഗോപി കഴിഞ്ഞാ? ആകെ ഇത്ര തേങ്ങയുള്ള? പിന്നെ 15 തെങ്ങ, ഇതിന് മാത്രം തെങ്ങ കിടക്കൂ. എന്റെ പൊന്നു ദൈവമേ, 15 തെങ്ങി കയറിട്ട് 5, 3, 8 തേങ്ങ. അതിനകത്ത് 10 തെങ്ങ് മണ്ട പോയ തെങ്ങായിരുന്നു. മണ്ട പോയ തെങ്ങിനൊക്കെ എന്തിനാ വലിഞ്ഞു കയറിയത്? വലിഞ്ഞു കയറി എന്ന് പറഞ്ഞ് താഴെ നോക്കി അറിയാൻ പറ്റും. ഇത് മേളിൽ കയറി ചെല്ലുമ്പോഴാണ് മണ്ട പോയ തെങ്ങാന്ന് അറിയുന്നത്. ഇതിപ്പോ എത്ര രൂപയായി? ഇപ്പൊ ഒരു തെങ്ങിന് 50 രൂപ വെച്ചിട്ട് 15 750 രൂപ. 750 രൂപയാ? 750 രൂപ. അപ്പൊ തേങ്ങയാ? തേങ്ങ കണക്കെന്ന് പറയുമ്പോ കേറുന്നതിനൊന്ന് ഇറങ്ങുന്നതിനൊന്ന്. ഒന്ന് പിന്നെ എന്റെ കത്തിത്തുമ്പലിരിക്കും, ഒന്ന് പിന്നെ ചേച്ചി എനിക്ക് തരണം, പിന്നെ ഒരെണ്ണം അത് ഞാൻ എടുക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങക്ക് തേങ്ങ ഇല്ല. അപ്പൊ ഒരു പണിയായി, അടുത്ത പ്രാവശ്യം വരുമ്പോഴേ ഒരു JCB വിളിച്ചോണ്ട് പോരെ. അതിന് JCB തറവാട് നശിപ്പിക്കാൻ എന്തിനാ ഇതുപോലത്തെ തെങ്ങുകള്? വന്ന് പിഴുത്തോണ്ട് പോയിക്കോന്നേ. പൈസ നിങ്ങൾ ഈ രാത്രി മഴയിലെ കഥ പറയാതെ പൈസ എടുത്ത് തരാം. കുറെ ബംഗാളികളെ വിളിച്ചോണ്ടെന്ന് പണിക്ക് ഇരുത്തിയിരിക്കുന്നു. ഇവരെയൊക്കെ സംസാരിക്കാൻ ഭാഷ അറിഞ്ഞൂടാ, ഇവരുടെയൊക്കെ പേര് പറഞ്ഞൂടാ. എടാ ബംഗാളി, എടാ ബംഗാളി, ഇങ്ങനെ കേക്ക് ചെവിക്കാത്ത സാമാനം വെച്ചോണ്ടിരുന്ന ഞാൻ നിന്നെ വിളിച്ചായിരുന്നു, കേട്ടില്ല, അതുകൊണ്ടാണ് അറിഞ്ഞത്. സത്യം. അതെ, ഒന്ന് ചോദിച്ചോട്ടെ, ആ മണ്ണെടുത്തൊന്ന് ഇവിടെ കൊണ്ടൊന്ന് ഇടാവോ? നീ അതൊക്കെ പറഞ്ഞോടന്നോ, ഇതൊക്കെ ചെയ്യിക്കാൻ എനിക്കറിയാം. നീ അവിടെ നിന്നോ കേട്ടോ. അവനെയൊക്കെ പണിക്കും കൊണ്ടുവരണം, വൈകിട്ട് കാശും കൊടുക്കണം, പണി മൊത്തം ഞാനും ചെയ്യണം. എടാ ബംഗാളി, നിനക്ക് പറ്റിക്കൊണ്ടാണ്. ഇനി ഈ കല്ലൊന്നും എടുത്ത് ഇവിടെ കൊണ്ട് വെക്കാവോ? എടാ ഈ കല്ലെടുത്ത് ഇവിടെ കൊണ്ടൊന്ന് വെക്കാവോന്ന്. ഞാൻ ഒരു വട്ടം നിനക്ക് കാണിച്ചു തരാം, അതുപോലെ നീ ചെയ്യണം. ഇനി മെക്കാടായ നീ ഇത് ചെയ്യണം. കാര്യം നീ പോ, ഇതെല്ലാം പെട്ടെന്ന് പറഞ്ഞു ഒതുക്കി. ചട്ടി എന്തായി കഴിഞ്ഞാ? കഴിഞ്ഞ ചേച്ചി. ഇതെന്തായി രണ്ടുപേര്? അതെ, എന്റെ കൈസഹായത്തിന് കൊണ്ടുവന്നതാ ഇവനെ. അപ്പൊ മറ്റവനോ? ഇവന്റെ കൈസഹായത്തിന് ഇവനെ കൂടെ കൊണ്ടുവന്നു. എന്റെ പൊന്ന് ശശി, ഒരു അടുപ്പ് കല്ല് കൂട്ടാനും അരകല്ലിന് ഒരു കല്ല് വെക്കാനും 2 പണിക്കാരാ. ചേച്ചിയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. 5 പേര് പറ്റി വരായിരുന്നതാ, 3 ഒതുങ്ങിയത് ചേച്ചി ചെയ്ത മുജ്ജന്മ സുഹൃതം. ഇതിപ്പോ എത്രയായി എല്ലാം കൂടെ? ചേച്ചി എന്റെ ശമ്പളം അറിയാലോ, 1000 രൂപ. ഇതെന്തായി പറയാ? അവന്റെ ശമ്പളം 800, പിന്നെ അവൻ കൊണ്ടുവന്ന ആ ചട്ടിയുടെ വാടക 100 കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതെങ്ങനെ മനസ്സിലായി? അവന്റെ ചുണ്ട് വെച്ച് ഞാൻ പിടിക്കും. അപ്പൊ ഇവനാ? അവന് 800 കൊടുത്താൽ മതി. എന്റെ പൊന്ന് ശശി, ഇതെല്ലാം കൂടെ എത്രയായി? ചേച്ചി ഇത് നിസ്സാര സംഭവമല്ലേ ഉള്ളൂ, 2700 രൂപയല്ലേ ആയുള്ളൂ. പിന്നെ വേറെ കാര്യമുണ്ട്, അപ്പാണ്ടോൺ ഓട്ടോ കൂലി തരണം, പിന്നെ നെറ്റ് ചാർജ് ചെയ്യേണ്ട പൈസ കൂടെ കൊടുക്കണം. GPS വഴിയിൽ നിങ്ങളെ വീട് കണ്ടുപിടിച്ചു, എല്ലാം കൂടെ 3000 രൂപ താ ചേച്ചി. 3000 ഒന്നും ഇല്ല, 2800 ഉണ്ട്. ബാക്കി അടുത്ത മാസം തരാം. നഷ്ടമാണത്. നഷ്ടം എനിക്കാ ഇപ്പൊ നഷ്ടം.
ദിവസം ഒരു മേസ്തിരിക്ക് ചുരുങ്ങിയത് ശമ്പളം 1000. നിവർന്നാൽ എത്രയായിരിക്കും? ചുരുങ്ങിയത് 1000 ആണെങ്കിൽ നിവർന്നാൽ എത്രയായിരിക്കും? ഞാൻ ചുരുങ്ങിയ ശമ്പളത്തിന്റെ കാര്യമാണ് പറയുന്നത്. 1000 രൂപ. പറഞ്ഞോ. വെറും 2ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള കൂടെ വരുന്ന ബംഗാളിക്ക് 900 രൂപ. ചട്ടിയുടെ വാടക 100 രൂപ. നെറ്റ് ചാർജ് ചെയ്യാനായിട്ട് വേറെ. അങ്ങനെ അല്ലറ ചില്ലറ ചെലവ്. ലക്ഷങ്ങൾ മുടക്കി പഠിക്കുന്ന നഴ്സുമാർക്ക് വെറും 300 രൂപയാണ് കൊടുക്കുന്നത് ഒരു ദിവസത്തെ കൂലി. ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സുഭാഷിണി, ഈ മേസ്ത്രിമാരുടെ ശമ്പളത്തെ കുറിച്ച് പറയാനായിട്ട് ഞാൻ മൈക്കാട് പണിക്ക് പോയിട്ടില്ല. മൈക്കാടുകാരുടെ കയ്യാളായിട്ട് സുഭാഷിണി പോയിരിക്കുന്നുണ്ട്. ചട്ടിക്ക് 100 രൂപയും മേസ്ത്രിക്ക് 1000 രൂപയും ബംഗാളിക്ക് 900 രൂപയ്ക്ക് പറയാൻ പറ്റും. എനിക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അറിയത്തൂല്ല. വ്യക്തിഹത്യ നടത്താൻ പാടില്ല. മാന്യമായിരിക്കണം അല്ലേ ശാസ്ത്രജ്ഞൻ? മാന്യമായിരിക്കണം. ഹലോ അരിയന്ദ്ര, എന്തോ ഇത് വളരെ ദയനീയമാണ് കേട്ടോ. ഈ ചട്ടിയും മണ്ണും കലവും എല്ലാം കൂടി വന്നിട്ട് ഇവിടെ സംഗമിക്കുന്ന ഒരു ഏരിയ. ഞാൻ നിങ്ങളുടെ മനസ്സ് ഞാൻ വായിക്കുന്നു. വക്രിച്ച മുഖവുമായിട്ട് എന്തിനിരിക്കുന്നു ഇവിടെ നിങ്ങൾ ഈ പെർഫോമൻസ്? ഞാനൊരു കാര്യം പറയട്ടെ. വടക്കേ മുറി ആയിക്കോട്ടെ തെക്കേ മുറി ആയിക്കോട്ടെ, വടക്കേ മുറി തിരിഞ്ഞു വന്നോളൂ. എനിക്കറിയാം നിങ്ങളുടെ നിങ്ങൾക്ക് തുടരാം. ഫാദർ വടക്കേ മുറിക്ക് തുടരാം. വ്യക്തമാക്കണം. ഒരു മിനിറ്റ് ഞാൻ തിരിച്ചു വരാം. ഇപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ് ഹരിചന്ദ്ര. പറഞ്ഞോളൂ. ഞങ്ങള് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഈ നഴ്സുമാർക്ക് ഇങ്ങനെ ഈ 300 രൂപ ശമ്പളം കൊടുക്കുന്നുള്ളൂ. ഇത് കേരളത്തിൽ വ്യാപകമായിട്ട് എല്ലാ ഹോസ്പിറ്റലുകളിലും സംഭവിക്കുന്ന കേസ് കേട്ടല്ലേ? നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ മാത്രം ഇങ്ങനെ ഒരു ക്രൂശിക്കുന്നത്? എവിടെയാണ് നഴ്സുമാർക്ക് അതിൽ കൂടുതൽ ശമ്പളം കിട്ടുന്നത്? പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ മാത്രം കൊടുക്കാൻ പറ്റുമോ? ഹലോ വടക്കേമുറി, നിങ്ങളുടെ മുഖം ഞാൻ വായിക്കുന്നു. നിങ്ങളുടെ മുഖം, നിങ്ങളുടെ കണ്ണുകൾ ഞാൻ വായിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ഞാൻ വായിക്കുന്നു. നിങ്ങൾ വെള്ള ലോഹം ഇട്ടിട്ട് ഒരു കറുത്ത ഒരു സ്പോട്ട് വീണ് കഴിഞ്ഞാൽ ഞാൻ വായിക്കുന്നു. എനിക്കറിയാം. ഒരു മിനിറ്റ് ഞാൻ ഇടപെടുകയാണ്. നിങ്ങൾ കാട് കടന്നു പോകേണ്ട കാര്യമല്ലല്ലോ. ഇവിടെ ഒരാളുണ്ട്. ഞാൻ ഇടപെടുകയാണ്. ഞാൻ തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. അച്ഛാ, അച്ഛൻ ഇവിടെ പറഞ്ഞു നിർത്തി എന്തുവായിരുന്നു? വിഷയം എന്തുവായിരുന്നു? ഈ പ്രാന്തം കയറി ഇടപെടുന്നുകൊണ്ട് എന്റെ റിലേ വിട്ട് നിൽക്കുവാണ്. ആവശ്യമില്ലാത്തതിനൊക്കെ അങ്ങനെ കയറി ഇടപെടുവാണ്. അവസാനം പറഞ്ഞു നിർത്തിയാണോ? അവസാനം പറഞ്ഞു നിർത്തി നമ്മൾ മറ്റേ നമ്മുടെ ഹോസ്പിറ്റലിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലിലും 300 രൂപ ശമ്പളം. കിട്ടി. ഹലോ ഹരിചന്ദ്ര, ഈ ബ്രേക്ക് എത്ര സമയമുണ്ട്? എന്തിന്? അല്ല, ബ്രേക്ക് എത്ര സമയമുണ്ട്? എന്തിനാന്ന്? അല്ല, ചെറുതടിക്കാനായിട്ട് ബാഗിൽ ഇരിപ്പുണ്ടെന്ന്. എന്റെ പൊന്നുപ്രാന്ത അവിടെ പോയിരിക്കുന്നു. ഞാൻ ബ്രേക്ക് ഒന്നുമില്ല. ഞാൻ സഞ്ചരിച്ചോണ്ടിരിക്കും ഒരു പ്രാന്തനെ പോലെ. നിങ്ങൾ സഞ്ചരിച്ചോളൂ, എങ്ങോട്ടാണ് സഞ്ചരിച്ചോളൂ. എന്റെ ഗ്രഹപ്പഴയ്ക്ക് ഞാൻ വിളിച്ചതാ കേട്ടോ. അയ്യോ, നമുക്ക് തിരിച്ചു വരാം. മിസ്റ്റർ ഹരിചന്ദ്രൻ, പറഞ്ഞോളൂ. നഴ്സുമാരുടെ ഒരുപാട് വിഷയങ്ങൾ, നിങ്ങൾക്കറിയാത്ത ഒരുപാട് വിഷയങ്ങൾ ഇനിയും ഉണ്ട്. സുഭാഷിണി പറഞ്ഞ നഴ്സുമാരുടെ ദുരിതപൂരിതമായ ആ ജീവിതത്തിന്റെ നേർക്കാഴ്ചയില് ഓട്ടോക്കാരൻ, ബംഗാളി, തേങ്ങാക്കാരൻ, ഇന്നത്തെ ദിവസം മൊത്തം തേപ്പാണല്ലോ ദൈവമേ. ഈശ്വരാ, സ്വർണം പണയം വെച്ചതിന്റെ നോട്ടീസും വന്ന്. ഒരു മാസം ഞാൻ ഇനി എങ്ങനെ തള്ളി നീക്കും? അമ്മേ, അയ്യോ, അമ്മയുടെ പുന്നാര മോളി ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന? ഇത് സ്കൂളിൽ നിന്ന് നേരത്തെ വന്നാ? വിശക്കുന്നുണ്ടാ? അമ്മേ, ഡയറി. ഡയറി എന്താ? നാളെ അവധിയാണോ? അതോ വല്ല പ്രോഗ്രാം ഉണ്ടോ? അമ്മ നോക്കട്ടെ. സ്കൂൾ ബസ് ഫീസ് 500, PTA ഫീസ് 350, സ്കൂൾ ഫീസ് 750, ന്യൂ ബിൽഡിംഗ് ഡൊണേഷൻ ഫീസ് 3000, കൾച്ചറൽ പ്രോഗ്രാം ഫീസ് 450, കമ്പ്യൂട്ടർ ഫീസ് 1000, ലൈബ്രറി ഫീസ് 750, ടോട്ടൽ 6800. എന്റെ ദൈവമേ! ഡോക്ടർ ജോൺ, ഇപ്പൊ ജിൻസിക്ക് എങ്ങനെയുണ്ട്? ആ കുട്ടിയുടെ ഏറ്റവും വലിയ ഭാഗ്യം ഒന്ന് കൂട്ടിയാൽ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ തന്നെ വരാൻ പറ്റിയത്. അതെ, ഭാഗ്യം. വേറെ ഹോസ്പിറ്റലുകാർ കൊണ്ടുപോയില്ലല്ലോ. ജിൻസിക്ക് ഇപ്പോഴും എങ്ങനെയുണ്ട്? ചെറിയൊരു തലകറക്കേ ഉള്ളൂ. ആ ട്രിപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ പോവാം. ജിൻസിയുടെ MRI എടുത്തായിരുന്നോ? ഇല്ല. CT സ്കാൻ? ഇല്ല. എൻഡോസ്കോപ്പി? ഇതൊക്കെ എന്തിനാണ് ജിൻസിക്ക് എടുക്കുന്നത്? വിദേശ രാജ്യങ്ങളായ അമേരിക്ക, ലണ്ടൻ, പാരീസ്, സ്വിറ്റ്സർലൻഡ്, ചാമത്തറ എന്നൊക്കെ കോടിക്കണക്കിന് രൂപ വിലയുള്ള മിഷൻസ് ഞാൻ വരുത്തിയിരിക്കുന്ന തുരുമ്പെടുത്ത് കളയാനല്ല, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ്. അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം. ഇതുപോലെ കള്ളത്തരം കാണിക്കുന്നവരൊക്കെ ഇവിടെ വേറെ കാണും. മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്യില്ല. ഡോക്ടർ ജോൺ, മാസാവസാനം കിട്ടാനുള്ള എത്തിക്സ് ഇതൊക്കെ നേരത്തെ പറയണ്ടേ? വരൂ. ബാ. മിസ്സിസ് ജിൻസി,
അതെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ വളരെ നിഗൂഢമായി ആലോചിച്ചതിന് ശേഷം ഗൂഢം. അതെ, ഗൂഢമായി ആലോചിച്ചതിന് ശേഷമാണ് ഞങ്ങളൊരു നിരീക്ഷണത്തിലെത്തിയത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജിൻസിയുടെ ഈ തലവേദന നമുക്ക് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റും. എനിക്കിപ്പോ തലവേദന ഇല്ല ഡോക്ടറെ. അയ്യോ, അത് നിങ്ങളല്ലല്ലോ പറയേണ്ടത്, ഞങ്ങൾ ഡോക്ടേഴ്സ് അല്ലേ പറയേണ്ടത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രോഗം എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും ടെസ്റ്റുകൾ ചെയ്തേ പറ്റൂ. ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളത്തെ തലമുറയിലേക്ക് നമുക്ക് ജീവിക്കാനുള്ളതാണ്. നമ്മളത് ചിന്തിക്കണം. കിടക്കൂ 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 കിടക്കൂ. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടറെ? അത് നമ്മൾ നോക്കിയതിന് ശേഷമല്ലേ പറയാൻ പറ്റൂ. ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കിയോട്ടെ. എനിക്ക് തോന്നുന്നു ഈ കുട്ടിയുടെ തലവേദന ഫാദറതെ നമുക്കൊരു CT സ്കാൻ ചെയ്താൽ CT സ്കാൻ വേണ്ടി വരും. അത് നമുക്ക് ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീക്കുണ്ടോ എന്ന്? കുഴപ്പമില്ല. നമുക്കൊരു MRI സ്കാനിങ്ങും കൂടെ തീർച്ചയായും അത് MRI സ്കാൻ ചെയ്യാം. പിന്നെ ഒരു ആൻജിയോഗ്രാം വേണം. ഇത്രയും ചെയ്യുന്ന സ്ഥിതിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാമോഗ്രാഫിയും കൂടെ തീർച്ചയായും വേണം. തീർച്ചയായിട്ടും അത് ചെയ്യാം. ഒന്നിനും ഒരു കുറവ് വരുന്നത്. അതെ. പിന്നെ നമുക്ക് പ്രഷർ, ഷുഗർ, ബ്ലഡ്, എക്സ്റേ അതൊക്കെ അതൊക്കെ ടെസ്റ്റ് ചെയ്തിരുന്നു ഡോക്ടർ. അതൊക്കെ ബേസിക് അല്ലേ, വേണമെന്നില്ല. അയ്യോ അച്ഛോ, അതൊക്കെ നേരത്തെ ചെയ്തതല്ലേ. കാര്യം നമ്മൾ ഇനിയാണ് നമുക്ക് ഈ കുട്ടിയുടെ വിവരം അറിയാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യണം നമുക്കിങ്ങനെ. എങ്കിൽ മാത്രമേ അതിന്റെ വിവരം കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റൂ. എന്റെ ഡോക്ടർ ഇതിനെല്ലാം കൂടെ എത്ര ചെലവ് വരും? ഇതൊക്കെ നിസ്സാരമല്ലേ ആയുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇതിന് CT സ്കാനിങ്, പിന്നെ MRI സ്കാനിങ്, ആൻജിയോഗ്രാമും ഒക്കെ ആയിട്ട് അത് ഇതെല്ലാം കൂടെ കൂടി ഒരു 2,65,000 രൂപയാകുള്ളൂ. 2,65,000 രൂപയാ? എന്റെ കർത്താവേ! അച്ഛോ, ഇനിയിപ്പോ എന്താ ചെയ്യും? എന്നാ പിന്നെ വിട്ടേക്കാനോ? വെന്റിലേറ്ററിലോട്ട് വിട്ടേക്കാൻ. ഫാദർ വടക്കേമുറി, എന്നെ മനെ, ഇത് ആതുരാലയമാണോ അതോ അറവുശാലയാണോ? ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവർ കൊയ്ത് കളപ്പുരകൾ ശേഖരിക്കുന്നില്ല. ഈ പറവ എന്ന് പറയുന്ന ഈ പറവ ഉണ്ടല്ലോ, ഈ പറവ സത്യത്തിൽ കല്യാണം കഴിച്ചിട്ടുണ്ടാവൂല. കല്യാണം കഴിച്ചിട്ട് എന്നെ മോനല്ല, മനുമോൻ. ഈ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാവൂല, ഒരു കുടുംബമില്ല, പ്രാരാബ്ധമില്ല, ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ല. ആ പറവ പിന്നെ ഒരു ബാച്ചിലർ പറവായിരിക്കും. ബാച്ചിലർ പറവ വളരെ കറക്റ്റ് ആണ്. അപ്പൊ അത് ശേഖരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്തിനു കൂട്ടിവെക്കേണ്ട ആവശ്യം? വളരെ വ്യക്തമാണ് മിസ്റ്റർ ശാസ്ത്രജ്ഞൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ പറവ എന്ന് പറയുന്നത് ഒരു അടിച്ചുപൊളി ടീമാണെന്ന് തോന്നുന്നു. കാരണം ഒന്നും കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, ഒന്നും സൂക്ഷിച്ചു വെക്കുന്നില്ല. അപ്പം അന്നു കിട്ടുന്ന വരുമാനം അടിച്ചു തകർക്കുകയാണ്. നിരുത്തരവാദപരമായ പെരുമാറ്റം എന്നല്ലാതെ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ തോന്നുന്നില്ല. മിസ്റ്റർ ഫാദർ വടക്കേമുറി, അതെ, നിങ്ങൾ ഈ പറവേനെ കുറിച്ചൊക്കെ നിർത്ത്. നമ്മൾ വിഷയത്തിൽ നിന്ന് വഴിമാറി പോവുകയാണ്. ഈ നഴ്സുമാരുടെ സമരത്തെ കുറിച്ച് എന്താണ് പറയാത്തത്? നേഴ്സുമാർ സമരം ചെയ്ത തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കേരളം മുഴുവൻ പനിച്ച് വിറച്ച് കിടക്കുന്ന സമയത്ത് ആ സമയത്ത് നേഴ്സുമാർ സമരം ചെയ്ത് മോശമായി പോയെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത്രയ്ക്ക് സ്നേഹമാണ് രോഗികളോട് ഫാദർ വടക്കേമുറിക്ക്? സ്നേഹമുണ്ടായിട്ടല്ല, പിന്നെ ചാകര വന്ന കണക്ക് മണപ്പുറം അകത്തരികിട നിമൃത്തി. മനസ്സിലായില്ല. ഈ ചാകര വന്ന സമയത്ത് തന്നെ ട്രോളിംഗ് നിരോധനം ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞ പോലെ കേരളം മുഴുവൻ പനിച്ചു വിറച്ച് മറ്റുള്ള ഹോസ്പിറ്റലിലോട്ട് പോയി. എന്റെ ഹോസ്പിറ്റൽ നേഴ്സുമാരില്ലായിരുന്നു, എനിക്ക് കൊയ്യാൻ പറ്റിയില്ല. അതാണ് എനിക്കുണ്ടായ ദുരവസ്ഥ. അപ്പോൾ രോഗികളുടെ ദുരിതത്തിലല്ല താങ്കളുടെ വിഷമം? അല്ല, നല്ല രീതിയിൽ കൊയ്ത്ത് നടന്നില്ല എന്നുള്ളതാണ് താങ്കളുടെ വിഷമം. അതെ അതെ. മിസ്റ്റർ ഹരിശ്ചന്ദ്രൻ പറഞ്ഞു. സമാധാനപരമായി നടത്തി വന്ന നഴ്സുമാരുടെ സമരം പൊളിക്കാൻ ഈ അച്ഛന്മാരെ പോലുള്ളവരെ എന്തൊക്കെ കുരുട്ട് വിദ്യകളാ പ്രയോഗിച്ചെന്നറിയാമോ? എന്ത് കുരുട്ട് വിദ്യയാണ് പ്രയോഗിച്ചത്? ഫാദർ വടക്കേമുറി, നിങ്ങൾ തെക്കേ മുറിയിലിരുന്ന് ചെയ്ത പ്ലാനിങ്ങുകളെല്ലാം പൊളിയുന്ന കാഴ്ച കേരളം മുഴുവൻ കണ്ടു. ഞാനതിവിടെ കാണിക്കും. നേഴ്സുമാർ മുഴുവൻ സമരത്തിലാണ്. ഈ നേഴ്സുമാരെ സമരം നടത്തിക്കഴിഞ്ഞാൽ ഞാൻ ഈ സ്ഥാപനം പൂട്ടിപ്പോകുന്നതാണ് അവർ കരുതിയിരിക്കുന്നത്. അച്ഛൻ എന്തോ ഈ പറയുന്നത്? രാവിലെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാ. എന്റെ കയ്യും കാലും കിടന്ന് വിറയ്ക്കും, അറിയാവോ? അതിപ്പോ ഓപ്പറേഷൻ ഇല്ലെങ്കിലും ജോണിന്റെ കയ്യും കാലും വിറയ്ക്കുമല്ലോ. എന്റെ അച്ഛൻ, ഞാൻ അതല്ല പറഞ്ഞത്. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരാളെ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കാനുള്ള നേഴ്സുമാരെവിടെ? ഡോക്ടർ ജോൺ, താങ്കൾ ധൈര്യമായിട്ട് തിയേറ്ററിലോട്ട് പോകൂ. താങ്കളെ സഹായിക്കാനുള്ള മാലാഖമാരോട്ട് ഞാൻ വരും. തീർച്ചയായും വന്നാ മതിയായിരുന്നു. സിസ്റ്റർ, ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? യെസ് ഡോക്ടർ. നേഴ്സസ് ഒക്കെ ഇവിടെ? ഫാദർ കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു. എനിക്കിതൊന്നും അറിയണ്ട. എനിക്കൊരു പേഷ്യന്റിന്റെ ജീവനാണ് വലുത്. ഫാദർ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. മാലാഖ കുട്ടികൾ എല്ലാവരും കേറി വരൂ, കേറി വരൂ, കേറി വരൂ, കേറി വരൂ. അല്ല, ഇവരൊക്കെ ആരാ? സ്റ്റുഡൻസോ? ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആയിരിക്കും. അല്ല, പുതിയ അഡ്മിഷന്റെ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കാൻ വേണ്ടിട്ട് വന്നതാ ഞങ്ങള്. അപ്പൊ കുട്ടിയോ? ഞാൻ ചേച്ചിയോട് വന്നു. ഇവരെ കൊണ്ടൊക്കെയാണോ അച്ഛൻ ഒരു ഓപ്പറേഷൻ നടത്തുന്നത്? എന്റെ ജോണ, ഇന്ന് ഞാൻ നാളെ നീ നാണല്ലോ. തന്റെ കാര്യമല്ല പറയുന്നത്. അതായത് ഇന്നത്തെ സ്റ്റുഡൻസ്, നാളത്തെ നേഴ്സ്, നാളത്തെ നേഴ്സ്, മറ്റന്നാൾ ഹെഡ് നേഴ്സ്. ആരും പേടിക്കണ്ട, എല്ലാവരും തുടങ്ങിക്കോ. അയ്യോ അച്ഛൻ, ഞങ്ങൾക്ക് പേടിയാ. തുടങ്ങിക്കോ.
അയ്യോ അച്ഛാ പേടിയാച്ചാ. എന്തിനാ പേടിക്കുന്നത്? ഈ ജോണൊക്കെ ഇവിടെ വരുമ്പോ ഭയങ്കര പേടിയായിരുന്നു. വല്ല അറിയാഞ്ഞിട്ടായിരുന്നു അല്ലേ ജോണെ? അതെ അതെ. ചെല്ല് ചെല്ല് ചെല്ല്. മിസ്റ്റർ ജോൺ, ജോണിന് എന്തെങ്കിലും പേടിയുണ്ടോ? പേടിയില്ലേ? എന്തിനാ ജോണെ പേടിക്കുന്നത്? ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 40 വർഷമായി. ജോൺ ഇവിടെ വന്നിട്ട് 5 വർഷമേ ആയിട്ടുള്ളൂ. ജോണ് ധൈര്യമായിട്ടിരിക്കും. ഞാനല്ലേ കൂടെയുള്ളത്. ക്യാരി ഓൺ, ക്യാരി ഓൺ, ധൈര്യമായിട്ടിരിക്കേ. എല്ലാവരും വന്നല്ലോ. എല്ലാവരും വാ. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? പിന്നെ വേറൊരു കാര്യം, നിങ്ങളിത് വലിയ സംഭവമായിട്ടൊന്നും ഓർക്കൊന്നും വേണ്ട. നമ്മളെല്ലാത്തിനും ധൈര്യമാണ് വേണ്ടത്. ധൈര്യം സംഭരിച്ച് വേണം നമ്മൾ ഓരോ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ രോഗിയെ ഒരു പ്രത്യേക മൂഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആദ്യം ഒരു പ്രാർത്ഥന വേണം. എന്ത് ചെയ്യുമ്പോഴും പ്രാർത്ഥനയാണല്ലോ അല്ലേ? അതിലല്ലേ അത് സക്സസ് ആവുള്ളൂ. ഈ കൂടുതൽ ആർക്കെങ്കിലും പാട്ട് പാടാൻ അറിയാമോ? ഞാൻ പാടാം. പാടുവോ? അതൊരു പാട്ട് പാടിക്കാൻ നോക്കട്ടെ. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സോ സിമ്പിൾ, അടിപൊളി. ഞാനൊരു സാങ്കടപ്പോഴാണ് ഈ കോപ്പിൽ പാട്ട് പാടുന്നത്. എന്നെ ഒന്ന് ഓപ്പറേഷൻ ചെയ്യണോ? ഇവനൊന്നും വരെ മയങ്ങയില്ല. കൊടുക്കവനെ മയക്ക് വരുന്നു. കൊടുക്ക എന്നിട്ട് എനിക്ക് തന്നെ. അങ്ങനെ ഓപ്പറേഷൻ സക്സസ് ആയി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഓപ്പറേഷൻ ചെയ്തു. അത് കറക്റ്റായിട്ട് ഭവിക്കുകയും ചെയ്തു. ദൈവമേ, ഇനി ഞാൻ ആ ഫാദറൊന്ന് വിളിച്ചു പറയണം. എൻ്റെ ഫോൺ ഇങ്ങെടുത്തുക. ഫോൺ എന്റെ കയ്യിലില്ല. അവിടെ എവിടെയും കാണാൻ നോക്കാം. അന്ന് വിളിച്ചു നോക്കാം. പെട്ടെന്നാട്ടെ. ഉണ്ടോ? മൊബൈൽ ഇതിനകത്ത് വെച്ച് പൂട്ടിയല്ലേ? എന്റെ അച്ഛോ, നിങ്ങളെ പോലുള്ള മാനേജ്മെന്റുകളുടെ കുതന്ത്രങ്ങൾക്ക് മുമ്പില് ഞങ്ങളുടെ നഴ്സുമാര് മുട്ടുമടക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവർ പൊരുതി ജയിച്ചു. 50 ബെഡുള്ള ആശുപത്രികളിൽ ബേസിക് സാലറി 20,000 രൂപയാക്കിക്കൊണ്ടുള്ള ഉത്തരവ് സുപ്രീം കോടതി ഇറക്കി. എത്ര ബെഡാ? 50 ബെഡ്. ഓക്കെ, അങ്ങനെയാണ് എന്റെ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ല? എന്റെ ഹോസ്പിറ്റലിൽ 75 ബെഡ് ഉണ്ട്. അതിൽ 26 എടുത്ത് ഞാൻ കടലിൽ കളയും. 75 26 പോയി എത്രയുണ്ട്? 49. ഓക്കെ, അപ്പൊ ഈ 49 ബെഡുള്ള ഞാൻ ഈ 20,000 രൂപ സാലറി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. മിടുക്കനാണ് വടക്കേമുറി. ഫാദർ വടക്കേമുറിയുടെ വായിൽ നിന്ന് വന്നത് വളരെ വിചിത്രമായ ഒരു മറുപടിയാണ്. ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ശാസ്ത്രജ്ഞന്റെ മറുപടി. ഈ കട്ടിലിന് 4 കാലാകുമ്പോ നമുക്ക് ഇങ്ങനെ 4 കാലും വളരെ വ്യക്തമാണ് ശാസ്ത്രജ്ഞന്റെ മറുപടി. ഇവിടെ മനസ്സിലാകാത്ത ഒരു കാര്യം, മാനേജ്മെന്റുകൾ നഴ്സുമാർക്ക് നൽകുന്നത് മിനിമം വേതനമോ അതോ വേദനയോ? നാടോടി വിഷന്റെ മറ്റൊരു ചൂടേറിയ വാർത്തയുമായി അടുത്തയാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ.